ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലെ പ്ലാവ്. ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. നിറച്ചുകൊണ്ട് നമുക്ക് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് ചക്ക എടുക്കാവുന്നതാണ്. അയ്യോ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്ലാവിനെ ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഇതിനെ കണ്ടൊന്ന് പഠിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. ഓക്കെ, ഇന്ന് വീണ്ടും ഒരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഒരു പരിപാടി ഇല്ലാണ്ട് പുറത്തേക്ക് നടക്കുന്ന ഞാൻ പുറത്തേക്ക് വെറുതെ നടക്കുകയല്ല കേട്ടോ. എന്നത്തെയും പോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് ചായ കുടിക്കുക എന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇതിന് ചായ കുടി മാത്രമേ ഉള്ളൂ, വേറെ എന്ത് ചെയ്യാനാണ്, അഡിക്റ്റ് ആയിപ്പോയില്ലേ. പിന്നെ ഇന്നൊരാൾ വരുന്നുണ്ട് കാണാനായിട്ട്. അയാളെ കൂടി കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. നേരത്തെ ഭയങ്കര മഴക്കോളായിരുന്നു, ഇപ്പം ചെറുതായിട്ട് വെട്ടമൊക്കെ ഉണ്ട്. എങ്കിലും എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കൂടെയൊന്നും എടുത്തിട്ടില്ല. അയ്യോ അയ്യോ, വിജനമായ റോഡൊന്നുമല്ല, ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം, വഴുതക്കാട് ട്രിവാൻഡ്രം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്, അതുകൊണ്ട് ഫ്രണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിനടുത്തായിട്ടാണ് എൻ്റെ ഹോസ്റ്റൽ. ഓക്കെ, അപ്പം പിന്നെ ഇറാനി ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കുക. അപ്പോൾ അടുത്ത് തന്നെ ഫുഡ് മേടിക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാനവീയമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട്, വേറെ ആരുമല്ല, അത് ഹൈമയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പഴംപൊരി, ചായ, പിന്നെ അവൾ ലൈം കുടിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളിതാ മ്യൂസിയത്തേക്കാണ് കേട്ടോ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറാമെന്ന് വെച്ചു. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പാവക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് സൈഡിലേക്ക് ഒന്ന് പോയി. നല്ല രസമുണ്ട്. ഹൈമത ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നത് ബാഗാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കഴിക്കാനുള്ള കുറേ ഐറ്റംസ്, പാനിപ്പൂരി, അതൊന്നും എനിക്കിഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെയുള്ള ഒരു ഐറ്റംസും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം എത്തി ഗൈസ്. മ്യൂസിയം കുറേ നാളുകൾക്ക് ശേഷമാണ് ഹൈമ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഹൈമേ? അതെ. എന്താണ് പറയുന്നത്? വ്ലോഗ് ഇങ്ങനെ പ്രശംസ വേറെ എന്തോ പറയാൻ വന്നേ? ഒന്നും പറയാൻ വയ്യ, ചുണ്ട് വയ്യ, പല്ല് കമ്പി ഇട്ടുകൊണ്ട് സാരി. എന്തോ പറയാൻ വന്നേ, പറഞ്ഞോ. ഒന്നും പറയാൻ എന്തോ അവള് പറയാൻ വന്നത്. സാരില്ല, അവള് കുറച്ച് കഴിയുമ്പോൾ അവള് വീണ്ടും വാ തുറക്കും. അപ്പോഴത്തേക്ക് അവള് പറയുന്നതാണല്ലേ. പറയും എടി, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവിടെയാ ചായ കുടിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമല്ലേ. അപ്പോൾ അവിടെ നിന്ന് വരെ കിട്ടും. അങ്ങനെ അവിടെ വന്നപ്പോൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. അങ്ങനെ ഹൈമ ഐസ്ക്രീം മേടിക്കുകയാണ്. എന്നോട് ഏത് വേണമെന്ന് ചോദിച്ചു. ഞാൻ ഈ കോൺ ഐസ്ക്രീം, ഇത് ബട്ടർ സ്കോച്ച് എന്നാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് അടി കഴിക്കുന്നേ. ഇതിലെ മുകളിലെയോ ചോക്ലേറ്റിൻ്റെ ഇതുണ്ട്. പെട്ടി വേസ്റ്റില്ല. വേസ്റ്റ് ഇടാൻ ഇവിടെ സംഭവം ഇട്ടിട്ടുണ്ട്. മുകളിലത്തെ ചോക്ലേറ്റിന്റെ ബബിളില്ലേ, അത് കടിച്ചു പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ? കടിച്ചൊക്കെ പൊടിച്ചു. എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ പല്ലില്. വെട്ടത്തിൻ്റെ ചുട്ടിൽ ഞങ്ങൾ വന്നു. കൊള്ളാം കൂടാ ഹൈമ? ഇഷ്ടപ്പെട്ടാ? സാധാരണ ഉണ്ടല്ലോ, അവിടെ നിന്ന് വേറൊരു കടയുണ്ട്, അവിടെ നിന്ന് ബട്ടർ സ്കോച്ച് വേറെ ടേസ്റ്റ്. പക്ഷെ ഇതിൽ കുറച്ച് മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചു. അവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ നിലത്തിരിക്കാമെന്ന് വെച്ചു.
അങ്ങനെ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നാളായി ഇങ്ങനെ വന്ന് ഇരുന്നിട്ട്. ഞാനും ഹൈമയും ഇവിടെ വന്നിട്ട് കുറേ നാളായി. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഓരോരുത്തരൊക്കെ പോകുന്നത് കണ്ടോ. ഇതേപോലെ പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കുന്നവരുണ്ട്. പിന്നെ അവിടെ തന്നെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിറച്ചും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. രാവിലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ വെയിൽ കാരണം നമുക്ക് ഇങ്ങനെയൊന്നും വരാനായിട്ട് പറ്റത്തില്ല. വന്നാലും എന്താ ഇവിടെയൊക്കെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും. പിന്നെ ഞങ്ങൾ ഇരുന്ന ഭാഗത്താണെങ്കിൽ കുഴപ്പമില്ല, അവിടെ മൊത്തം മരങ്ങളാണ്, അതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെയൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര വെയിലായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ കാണുന്നതിന് നല്ല ഭംഗിയുണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് ഭംഗി കൂടിയതുപോലെ തോന്നും. ഇവിടെ മൊത്തം ബാക്കിൽ മൊത്തം ചെടികൾ. ഇവിടെ കണ്ണു വല്ലതും കാണാവോ? അയ്യോ അയ്യോ, നല്ല രസമുണ്ട്. എന്നെ കാണിക്കല്ലേ? തന്നെ കാണിക്കുന്നില്ല എൻ്റെ അമ്മ. ഇങ്ങനെയുണ്ടോ പെമ്പിളേര്? നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നൈറ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗി കൂടിയതുപോലെയാണ് തോന്നുന്നത്. പിന്നെ പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്തൊരു ആശ്വാസം എന്നറിയോ. ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ആ റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട് പോലെയൊക്കെ തോന്നും. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്തൊരു ആശ്വാസം എന്നറിയോ. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഹൈമയെ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് സമയമൊക്കെ അല്ലേ നമുക്കിങ്ങനെ വരാനും കാണാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ സമയം ഇവിടെ കറങ്ങി നടന്നതിന് ശേഷം വീണ്ടും തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. അല്ലേ ഹൈമേ? അതെ അതെ. പെണ്ണിന്റെ പേര് ചോദിച്ചാൽ മതി. അങ്ങനെ ഹൈമ പോയി ഗൈസ്. ഇനി ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഫുഡ് മേടിക്കണം. അനുന്നങ്ങാണ്ട് വിളിച്ചു. ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കുവാണ്. അപ്പോൾ ഇതാ ഞാൻ മാനവി എത്താനായിട്ട് പോവുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനൊരു ലൈം കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇറാനിയിൽ വന്നിട്ട് ഒരു ലൈം കുടിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു ആശ്വാസമായി. അങ്ങനെ ഞാൻ എന്താ ഇറാനിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഹോസ്റ്റലിൽ ഫുഡുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ആയപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ, അതായത് രാത്രിയൊക്കെയുള്ള ഫുഡ് ഇല്ലാണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഫുഡുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഈ മന്ത് ഞാൻ വിചാരിച്ചുവെങ്കിൽ അല്ലാണ്ട് ഞാൻ ക്ലിനിക്കിൽ നിന്നൊക്കെ കുക്ക് ചെയ്യും. അപ്പം വിചാരിച്ചു ഈ മാസം അങ്ങനെ പോട്ടെ, അടുത്ത മാസം തൊട്ട് ഹോസ്റ്റലിലെ ഫുഡ് ആക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എന്താ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈമ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കാർ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ വെച്ചു അയ്യോ. അപ്പോൾ ഇതാണ് കേട്ടോ ഓവൻലി. അപ്പോൾ ഓവൻലി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നു പോകാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനി റൂമിൽ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. ഇവിടെ വെച്ച് ഞാൻ വീഡിയോ അങ്ങ് നിർത്തുകയാണ്. എനിക്ക് വയ്യേ, ചൂടെടുത്തിട്ട് വയ്യ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അയ്യേ, എൻ്റെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.